UGC കരട് ചട്ട ഭേദഗതിക്കെതിരെ ദേശീയ കൺവെൻഷനിലൂടെ കേന്ദ്രത്തിനെതിരെ പുതിയ പോരാട്ടത്തിന് തുടക്കം കുറിച്ച് കേരളം. സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് UGC കരട് ചട്ട ഭേദഗതി നിർദ്ദേശങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. തമിഴ്നാട്, തെലങ്കാന, കർണാടക സർക്കാർ പ്രതിനിധികളും കൺവെൻഷനിൽ പങ്കെടുത്തു. കേരള നിയമസഭ പ്രമേയം പാസാക്കിയതിന്റെ തുടർച്ചയായാണ് UGC ചട്ട ഭേദഗതിക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ദേശീയ കൺവെൻഷൻ. കാര്യങ്ങളെല്ലാം UGC തീരുമാനിക്കുന്നത് ഫെഡറൽ സംവിധാനത്തിനുമേലുള്ള കടന്നുകയറ്റമാണ്. VC നിയമനത്തിന് പോലും സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല. ഗവർണർമാർ അവരുടെ രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. മിത്തുകളെ വസ്തുതയാക്കാനാണ് കേന്ദ്രം പണം ചെലവഴിക്കുന്നതെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം. I hope that this national conclave will be a stepping stone in that regard and in making our country's higher education sector progressive and inclusive. അടുത്ത കൺവെൻഷൻ തെലങ്കാനയിൽ ചേരുമെന്ന് തെലങ്കാന ഉപമുഖ്യമന്ത്രി ബട്ടി വിക്രമാർക മല്ലു. The UGC's new regulations are a classic case of you pay the bill but you don't get to order the food. States are expected to fund and administer universities. ഭരണഘടനാപരമായും നിയമപരമായും UGC ഭേദഗതിക്കെതിരെ പോരാടണമെന്ന് പ്രതിപക്ഷ നേതാവ്. More inclusive and consultative strategy is required, one that respects the federal structure and the particular educational demands of different regions. Why this draft regulation now? തമിഴ്നാട്, കർണാടക മന്ത്രിമാരും കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. സംസ്ഥാന മന്ത്രിമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ അടക്കമുള്ളവർ കൺവെൻഷനിൽ പങ്കെടുത്തു. ഗവർണർ ഇടഞ്ഞതോടെ കേരള, കണ്ണൂർ സാങ്കേതിക സർവകലാശാല ഉൾപ്പെടെയുള്ള വൈസ് ചാൻസലർമാർ കൺവെൻഷൻ ബഹിഷ്കരിച്ചു. 24 തിരുവനന്തപുരം.